ഓണമാണ്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വിൽക്കാൻ കാണം പോലും ഇല്ലാത്തൊരു അവസ്ഥ നമുക്കിടയിൽ ഉണ്ടായിരിക്കുന്നു. വറുതിയിലാണ് ഈ ഓണക്കാലം. ഞാനിപ്പോൾ നമ്മുടെ ഒരു പ്രേക്ഷകയുടെ കമൻറ്റ് നോക്കുകയായിരുന്നു. ലത എന്ന പ്രേക്ഷക പറയുന്നുണ്ട്, സിന്ദൂരി കഴിഞ്ഞ ഓണത്തിന് നടത്തിയ അന്തിച്ചർച്ച ഓർക്കുന്നുണ്ടോ? സർക്കാർ കൊടുത്ത അണ്ടിപ്പരിപ്പിന് വണ്ണമില്ല, നീളം പോരാ, അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ എത്ര നിശബ്ദതയാണ് കാര്യങ്ങൾ, മാപ്രകൾക്കൊന്നും പറയുവാനില്ലേ എന്നാണ് ലത ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കേരളം കടന്നുപോയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിനെല്ലാം ഇടയിലും കൃത്യമായി ഓരോ വ്യക്തികൾക്കും സമൃദ്ധമായി ഓണം ഉണ്ണുവാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അന്നത്തെ സർക്കാരുകൾ തയ്യാറാക്കിയിരുന്നു. ഇന്നും ഇതാ ഒരു ഓണക്കാലം വന്നിരിക്കുകയാണ്. ഓണാഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. എന്നാൽ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഓണത്തിന്റെ മാറ്റിനെ വല്ലാതെ കുറച്ചിരിക്കുന്നു. 3 തവണയായി 15 രൂപയ്ക്ക് മുകളിലാണ് പഞ്ചസാരയ്ക്ക് മാത്രം വില കൂടിയത്. മധുരത്തിന്റെ ഓർമ്മകൾ സമ്മാനിച്ചിരുന്ന ഓണം ഇത്തവണ കൈപ്പേറിയതായി പോകുന്നതും ഇവിടേക്കാണ്. പഞ്ചസാരയ്ക്ക് മാത്രമല്ല, ഓരോ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടിയിരിക്കുകയാണ്. അപ്പോൾ വിപണിയിൽ ഈ ഓണക്കാലം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ പോകാം. തിയോഫിനുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാൻ. തിയോഫിൻ, ഓണമാണ്, എല്ലാവരും ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഓണവിപണി സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ എന്താണ്, നമുക്ക് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തത്ര വിലക്കയറ്റം, ഓരോ വസ്തുവിനും വില കൂടുന്നു. എന്നാൽ സർക്കാരിൻ്റെ ഓണക്കിറ്റിലും മറ്റും വിരലിലെണ്ണാവുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓണക്കാലം വറുതിയിലാണെന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാനാവില്ല, അല്ലേ? സിന്ദൂരി, തീർച്ചയായും. അതായത് പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു വ്യാപാര മേഖലയിലെ എല്ലാ അനക്കങ്ങളും പെട്ടെന്ന് അറിയുന്നൊരു നഗരം കൂടിയാണ് കൊച്ചി. അവിടെയും വിലക്കയറ്റം വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്, ബാധിച്ചിരിക്കുന്നു ജനങ്ങളെ. സാധാരണ നമ്മൾ സിന്ദൂരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണം വിറ്റ് ഓണം ഉണ്ണണമെന്നൊക്കെ പറയുമ്പോൾ ഇത്തവണ അങ്ങനെ എല്ലാം വിറ്റുപെറുക്കിയാലും ഓണം ആഘോഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോവുകയാണ്. ഒരു സാധാരണ രീതിയിൽ പട്ടിണി കിടക്കാതെ ഓണം കൊണ്ടുപോകാം എന്ന് മാത്രമേ സാധിക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിപണിയിൽ നിന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ പോലും അങ്ങനെയാണ് മനസ്സിലാകുന്നത്. സാധാരണ എല്ലാ തവണയും ഓണക്കാലത്ത് ഒരു വിലക്കയറ്റം പതിവുള്ളതാണ്. പക്ഷേ അത് മുൻ വർഷങ്ങളിലൊക്കെ കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ട്, വിപണിയിലൂടെ ഇടപെട്ട് പിടിച്ചു നിർത്താൻ. കാരണം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ അരി, മറ്റ് പയറുവർഗ്ഗങ്ങൾ, അതുപോലുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ വില നിശ്ചയിക്കുന്നത് ഈ അന്യസംസ്ഥാന ലോബികളാണ്. അവർക്കത് ഓണക്കാലത്ത് സപ്ലൈ കൂടുന്നത് കൊണ്ട് തന്നെ അവരതിന് വില കൂട്ടി വയ്ക്കും. അതിന് മുൻപ് വിതരണം കുറച്ച് വില കൂട്ടി ഓണക്കാലത്ത് വലിയ അളവിൽ വില വർദ്ധിപ്പിച്ച് വിൽക്കുന്നു. ഇതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ വ്യാപാരികൾ മൊത്തമായി ഇത് സംഭരിച്ചു വയ്ക്കുന്നവർ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുന്നു, കൂടുതൽ ലാഭം ഉണ്ടാക്കാനായി. അപ്പോൾ അങ്ങനെ പല രീതിയിൽ. പിന്നെ ഇതുകൂടാതെ തന്നെ പൂഴ്ത്തിവെപ്പ് ഒരു പതിവ് രീതിയാണ്. സാധനങ്ങൾ ആദ്യം ലഭ്യത കുറവ് കാണിക്കും, പിന്നെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനായി വില കൂട്ടും. അങ്ങനെയുള്ള രീതികളൊക്കെയുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും പലപ്പോഴും ഈ സപ്ലൈകോ വഴിയുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ മുൻകാലങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അത്തരത്തിലൊരു ശക്തമായ ഇടപെടൽ സപ്ലൈകോ വഴി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതും ഉപഭോക്താക്കൾ പറയുന്നുണ്ട്. നമുക്ക് സപ്ലൈകോയിൽ വില ഒന്ന് ചുരുക്കി നോക്കി ഒറ്റ നോട്ടത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സബ്സിഡി കൊടുക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലിപ്പോഴും ഈ ധാന്യങ്ങൾ, കടല, അതുപോലുള്ള സാധനങ്ങളിലൊക്കെ വില നോക്കിയാൽ ചെറുപയർ 85 രൂപയാണ് 1 കിലോയ്ക്ക് വില. അത് സപ്ലൈകോയിലെ വിലയാണ്. ഉഴുന്ന് 87 രൂപ, കടല 63 രൂപ, അങ്ങനെയൊക്കെയാണ് വിലകൾ. ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ പിന്നെ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്താനായി സപ്ലൈകോ വഴിയുള്ള വെളിച്ചെണ്ണയ്ക്ക് വില സബ്സിഡി നൽകി കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കാര്യമായി തന്നെ ഇത്തവണ വില പിടിച്ചു നിർത്താൻ സഹായകമായിട്ടില്ല. അത്രയും കാര്യമായൊരു വിലക്കുറവ് സപ്ലൈകോ വഴി ഉണ്ടായിട്ടില്ല. ഓണം ഫെയറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൂടി എന്തായാലും ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടാത്ത രീതിയിലാണ്. ഇതിനേക്കാളൊക്കെ വളരെ അധികമാണ് പൊതുവിപണിയിലെ വില. പൊതുവിപണിയിലെ വില തന്നെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു പതിവ് രീതി, മലയാളിയുടെ പതിവ് രീതി, ഓണത്തിന് സദ്യ, ഓണവും ഓണത്തോട് ചേർന്ന ദിവസങ്ങളിലുമൊക്കെ സുഭിക്ഷമായ സദ്യ കഴിക്കുക എന്ന രീതിയുണ്ട്. അതിനുവേണ്ടി തന്നെ ഏറ്റവും അധികം പച്ചക്കറികളും ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ളവയൊക്കെ വാങ്ങി വയ്ക്കുന്നുണ്ട്. അരി വാങ്ങും. അതായത് വീട് നിറയെ അരിയും ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ നിറച്ച് വെച്ചിട്ടാണ് അതായത് നിറഞ്ഞ അടുക്കളയോടുകൂടിയാണ് ഓണം ആഘോഷിക്കുന്നത്. ആ പതിവ് കൊണ്ട് തന്നെ ഓണത്തിന് മുൻപായി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എല്ലാം, അതായത് ഒരു ഐറ്റം പോലും വീട്ടിലില്ലാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും വാങ്ങുന്നൊരു പതിവ് മലയാളിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണത്തിന് ഈ വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം വ്യാപാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, ഈ കച്ചവടക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും
ഇത്തവണയും വിലക്കയറ്റത്തിന് ഒരു കുറവുമില്ല. സാധനങ്ങളൊക്കെ വില വർദ്ധിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ഒരുപക്ഷെ ഒരു 3-4 ദിവസത്തെ ഇടവേള നോക്കുമ്പോഴേക്കും വലിയ വില വർധന ഉണ്ടായിട്ടുണ്ട്. സിന്ധൂരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 തവണയായി പഞ്ചസാരയ്ക്ക് വില വർദ്ധിച്ചത് 15 രൂപയിലധികമാണ്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. പയർ, കടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി ഇതെല്ലാം വില വർദ്ധിച്ചിട്ടുണ്ട്. പഞ്ചസാരയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റം ഉണ്ടായത്. പഞ്ചസാരയ്ക്ക് പോലും ഈ സപ്ലൈകോയിൽ പോലും വില 34 രൂപ 65 പൈസയാണ്. അരിയുടെ വില ജയ അരി സപ്ലൈകോയിൽ സബ്സിഡിയോട് കൂടി കൊടുക്കുന്ന അരിക്ക് 33 രൂപയാണ്. പൊതു മാർക്കറ്റിൽ 55 രൂപ വരെ ആണ് വില. മറ്റ് അരികളും ഒക്കെ ഇതുപോലെ തന്നെ. പ്രത്യേകിച്ച് ഈ ജയ അരിക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കേരളത്തിൽ. അതുപോലെയുള്ള കുറുവ, മറ്റ് ചെറുമണി അരികളൊക്കെ എല്ലാ അരികൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഓണക്കാലത്ത് വിലക്കയറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ വില വർധന ഉണ്ടാകാറുണ്ടെങ്കിൽ കൂടി എന്തായാലും ഇത്തവണത്തെ വിലക്കയറ്റം അത് സാധാരണക്കാരനെ താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് പോവുകയാണ്. എന്നാൽ സാധാരണക്കാരൻ്റെ വരുമാനം ഒട്ട് വർദ്ധിച്ചിട്ടുമില്ല. ഇത് തന്നെയാണ് കേരളം നേരിടുന്ന വലിയ പ്രതിസന്ധി. എന്തായാലും ഓണത്തിൻ്റെ ഈ ഒരു പക്ഷേ ആഘോഷത്തിൻ്റെ വർണ്ണവും മാധുര്യവും ഒക്കെ ഈ വിലക്കയറ്റം അത് കുറയ്ക്കാനാണ് സാധ്യത. തിയോഫിൻ, നമുക്കറിയാം ഇതിനു മുമ്പും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രളയം പോലുള്ള അല്ലെങ്കിൽ ഏറ്റവും പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കേരളം കടന്നുപോയിട്ടുള്ളത്. അന്നും ഈ വിലക്കയറ്റം ഉണ്ടായിരുന്നു. ആ വിലക്കയറ്റങ്ങളെ ഒന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാക്കാതിരുന്നത് കൃത്യമായ സർക്കാരിൻ്റെ ഇടപെടലാണ്. കാരണം ഈ ഒരു തലേ ദിവസം ഓണത്തിന് 2-3 ദിവസം മുന്നേ യോഗം കൂടിയെടുത്ത തീരുമാനമായിരുന്നില്ലത്. കൃത്യമായ തരത്തിൽ മാസങ്ങൾക്ക് മുമ്പേ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. വിപണിയിൽ ഈ വിലക്കയറ്റം അങ്ങേയറ്റമെത്തിയപ്പോൾ പൂഴ്ത്തിവെപ്പും മറ്റും ഉണ്ടാവാതിരിക്കാൻ ശക്തമായ ഇടപെടലുകൾ നടത്തി, കരിഞ്ചന്തകൾ കണ്ടെത്തുവാനുള്ള പരിശോധനകൾ നടത്തി. അങ്ങനെ കൃത്യമായ ഇടപെടലോടുകൂടിയാണ് ആ വിലക്കയറ്റത്തെ നിയന്ത്രിച്ച് സാധാരണക്കാർക്ക് അവർക്ക് മാന്യമായി ഓണം ആഘോഷിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയത്. എന്നാൽ ഇന്നിപ്പോൾ അതവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്രയും ദിവസം ലഭിക്കാതിരുന്ന ഓണക്കിറ്റ് പോലും ഇന്നു മുതൽ കിട്ടിത്തുടങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഓണക്കിറ്റിൽ പോലും കൃത്യമായ വലിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളില്ല എന്നുള്ളതുൾപ്പെടെ ആകെ മൊത്തം ഒരു ഞെരുക്കം. അതിൻ്റെ കാരണം ഈ സർക്കാരിൻ്റെ ഒരു മുന്നൊരുക്കമില്ലായ്മയല്ലേ? കൃത്യമായ ഒരു ഇടപെടൽ വിപണിയിൽ നടത്താത്തത് കൊണ്ടല്ലേ ഇത്രയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഓണം നമുക്ക് ആഘോഷിക്കേണ്ടി വരുന്നത്? സിന്ധൂരി, തീർച്ചയായും. അതായത് സർക്കാർ ഇടപെട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ സർക്കാർ ഇടപെടുമ്പോൾ എപ്പോഴും ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതി തയ്യാറാക്കണം. നേരത്തെ ഇത് കൂടി ആലോചിക്കണം. അതിന് വിലക്കയറ്റം ഉണ്ടാക്കാൻ വ്യാപാരികൾ ശ്രമിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാന മൊത്ത വ്യാപാരികളാണ്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ഈ സാധനങ്ങൾ വരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അരി വരുന്നതും അരി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ആവശ്യത്തിനുള്ള അരി ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കർണാടക, ആന്ധ്രയിൽ നിന്നൊക്കെ അരി വരുന്നു. മറ്റ് പല സാധനങ്ങൾ, പച്ചക്കറികൾ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. അതുപോലെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത്. ഇപ്പോൾ അരിയുടെ വിലക്കയറ്റം ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ ആന്ധ്ര ലോബിയാണ്. അവർ അത് പ്രത്യേകിച്ച് കൂടുതൽ ചിലവുണ്ടാകുന്ന സമയത്ത് ഓണം പോലുള്ള സീസണുകൾക്ക് മുമ്പായി തന്നെ അരിയുടെ വിതരണം കുറച്ച്, സപ്ലൈ കുറച്ച് അവർ ഡിമാൻഡ് കൂട്ടുന്ന രീതിയുണ്ട്. അങ്ങനെ വിലക്കയറ്റം ഉണ്ടാക്കുന്ന രീതി, കൃത്രിമ വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ഒരു പതിവുണ്ട്. ഓണക്കാലത്ത് എന്തായാലും ഒരു ബിസിനസ് ലോബി കൃത്രിമമായി വിലക്കയറ്റം കേരളത്തിൽ സൃഷ്ടിക്കാനുള്ള ശ്രമം അത് കാലങ്ങളായി തുടരുന്നതാണ്. അതുണ്ടാകും എല്ലാ തവണയും എന്ന് എല്ലാവർക്കും അറിയാവുന്നത് കൂടിയാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി. സപ്ലൈകോയിൽ സംഭരിക്കേണ്ടതുണ്ടെങ്കിൽ നേരത്തെ സാധനങ്ങൾ സംഭരിക്കേണ്ടതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വിപണിയിൽ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തി കച്ചവടം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടെങ്കിൽ അതിന് പരിശോധന വേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടന്നതായി നമുക്ക് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും അപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ സപ്ലൈകോയുടെ ഓണച്ചന്തകൾ തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. അതിൽ ജനങ്ങൾക്ക് സാധ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിളായ രീതിയിലുള്ള സബ്സിഡി സാധനങ്ങൾ വില കുറച്ച് നൽകണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സാധാരണക്കാരന് ലഭ്യമാകുക. കുറച്ച് സാധനങ്ങൾ മാത്രം വില കുറച്ച് വിൽക്കുക അല്ലെങ്കിൽ വിലവിവര പട്ടിക സ്ഥാപിച്ചു കഴിഞ്ഞ് അതിൽ പല സാധനങ്ങളും ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊന്നും വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഒരു സാധ്യമാവില്ല. അതിനുവേണ്ട പ്രായോഗികമായ ഒരു നടപടിയല്ല. അവസാനം ഈ മേളകൾ തുടങ്ങുന്ന സമയത്ത് ഓണത്തിൻ്റെ കുറച്ച് ദിവസം മാത്രം മേള സംഘടിപ്പിക്കുകയും സപ്ലൈകോ ഓണം ഫെയർ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാവില്ല. മുൻകൂട്ടി നേരത്തെ തന്നെ ഇത്തരം വിപണികളെ ഇടപെടലുണ്ടാകണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. അതെന്തായാലും ഇത്തവണ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായ രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിന് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തന്നെയാണ് ഇത്ര വലിയൊരു വിലക്കയറ്റം ഉണ്ടാകാനുള്ള കാരണമായിട്ടുള്ളത്.
ശരി, തിയോഫിൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല വിപണിയിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനി എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് വ്യക്തമായ കാര്യമാണ്. അതുതന്നെയാണ് ഈ വിപണിയിൽ ഇത്രയധികം വില കൂടുവാനുള്ള കാര്യവും.